സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാവും ഹാവ് ഗോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സംസാര ഭാഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ സംസാരിക്കുമ്പോൾ അവർ അതിനകത്ത് ഹാവ് ഗോട്ട് എന്ന് പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ ഗ്രാമറോ ടെൻസോ ഒന്നും നോക്കണ്ട. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഹാവ് എന്ന് പറഞ്ഞാലും ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാലും അവർ ഒരേ അർത്ഥത്തിലാണ് ചില സമയങ്ങളിൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഈ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ഒരു വെർബായിട്ട് ഹാവ് പഠിച്ചതാണ്. എന്താണ് അർത്ഥം? ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഉണ്ട് എന്നാണ്, അല്ലേ? ഇവർ ഹാവ് ഗോട്ടിനും ഉണ്ട് എന്നുള്ളൊരർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാണെന്നുള്ളതാണ് ഓൺ ചെയ്യുന്നു, അല്ലേ? അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഹാവ് ഗോട്ട് ഉപയോഗിക്കാറുണ്ട്. ആര്? ബ്രിട്ടീഷുകാർ. പക്ഷേ അമേരിക്കക്കാർ സംസാരിക്കുമ്പോൾ അവർ ഹാവ് എന്നാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഇനി അതുപോലെ തന്നെ സെയിം അർത്ഥമാണ് ഐ ഹാവ് ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ ടെൻസിൽ, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡയമെൻഷനിൽ ചിന്തിക്കേണ്ട. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, സംസാര ഭാഷയിൽ ഇങ്ങനെ പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സംസാര ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് അവർ വിവിധ രീതികൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഈ ഐ ഹാവ് എ കാറും ഐ ഹാവ് ഗോട്ട് എ കാറും സെയിം തന്നെ. ഇനി ഐ ഹാവ് എ സാൻഡ്വിച്ച് ഫോർ യു. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐ ഹാവ് ഗോട്ട് എ സാൻഡ്വിച്ച് ഫോർ യു. ഓക്കെ, ഇവിടെ ഫോർ യു എന്ന് ഞാൻ എഴുതിയിട്ടില്ല, നിനക്ക് വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഫോർ യു എന്ന് വന്നത്. ഓക്കെ, ഇനി ഐ ഹാവ് എ ഹെഡ് ഏക്ക്, എനിക്കൊരു തലവേദന ഉണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ തലവേദനയാണ്, ഒരു തലവേദന ഉണ്ടെന്നല്ല, എനിക്ക് തലവേദനയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അത് തന്നെ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്ന് പറയാം എന്നാണ്. ഐ ഹാവ് ഗോട്ട് എ ഐ ഹാവ് എന്നുള്ളതിന് ഐ ഹാവ് പെട്ടെന്നാണ് ഐഫ് എന്നാണ് ഇവർ സാധാരണ പറയുന്നത്. എഫ് ഹെഡേക്ക് അല്ലെ എഫ് ഗോഡ് എ ഹെഡേക്ക്, ഹാവ് ഗോഡ് എ ഹെഡേക്ക് എന്ന എഫ് എന്നാണ് ഇവർ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പതുക്കെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പേടിക്കരുത്. അതായത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മളൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് പേടിച്ചു പോകും. അയ്യോ, ഇത് ഞാൻ അങ്ങനെ പഠിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ എന്നൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആക്സെൻറ്റ് കേട്ടൊന്നും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെന്താണ്, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് പതുക്കെ നമ്മൾ പഠിച്ചാൽ മതി. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴേ അതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി അവൾക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയാം? ഷീ ഹാസൻ ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കാർ ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഷീ ഹാസ് ഗോട്ട് എ കാർ എന്നുള്ളതിന് ഇല്ല എന്നാണ് പറയുന്നത്. ഷീ ഹാസൻ ഗോട്ട് എ കാർ. ഓക്കെ, ഇനി അവൾക്ക് കാർ ഇല്ല എന്നുള്ളതിന് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് രീതിയിലാണ്. ഷീ ഹാസൻ ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കാർ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് അമേരിക്കൻ രീതിയിൽ സാധാരണ അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഷീ ഡസൻറ്റ് ഹാവ് എ കാർ, അവൾക്കൊരു കാർ ഇല്ല എന്നതിൻ്റെ അർത്ഥം. അവിടെ എങ്ങനെയാണ് ഡസൻറ്റ് വന്നത്? ഷീ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കാറുണ്ട്. അവൾക്കൊരു കാർ ഇല്ല എന്നെങ്ങനെ പറയും? നമ്മൾ പഠിച്ചാണ്. എന്താണ് ഹാസിനെ നമുക്ക് ഡസ് പ്ലസ് V1 എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഹാസിൻ്റെ V1 എന്താണ്? ഹാവ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഡസൻറ്റ്, അല്ലേ? കാരണം ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഹാവ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡു പ്ലസ് ഹാവ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇതേത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ചുവന്ന ബട്ടണിൽ അമർത്തുക. ഇപ്പോഴത് ചുമന്നായിട്ടില്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അതിൻ്റെ സമീപത്തായിട്ടൊരു ബെല്ലുണ്ട്. ആ ബെല്ലിലൊന്ന് അടിക്കുക. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ ചാപ്റ്ററുകളൊക്കെ പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ ലഭിക്കത്തുള്ളൂ.
ഓക്കെ, ഇനി ഷീ ഹാസ് ഗോട്ട് എ കാർ. ഷീ ഹാസ് ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഷീ ഹാസ് ഗോട്ട് എ കാർ, അവൾക്കൊരു കാർ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഹാസ് ഷീ ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് എന്ത് ചെയ്യും, ആ ഹാസ് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു അല്ലേ. ഇനി ഇപ്പോഴ് നമുക്ക് ഇത് തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കാർ ഉണ്ട്. നമ്മൾ മുമ്പിൽ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഇനി അവൾക്കൊരു കാർ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? നമ്മൾ കണ്ടു എന്താണ്, ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ് ആണ് അല്ലേ. എന്ത് ചെയ്തു, ആ ഡസിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു. അപ്പോഴെന്തായി, ഡസ് ഷീ ഹാവ് എ കാർ എന്നായി. ഓക്കെ, ഇനിയിപ്പോൾ അവൾക്ക് കാർ ഉണ്ടെന്ന് മറുപടി എന്ത് പറയും, യെസ് ഷീ ഡസ് അല്ലേ. ഇനിയിപ്പോൾ അവൾക്ക് കാറില്ല എന്നങ്ങനെ പറയും, നോ ഷീ ഡസിൻറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനിയിപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഷീ ഡസിൻറ്റ് ഹാവ് എ കാർ എന്നല്ല നമ്മൾ പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ അവൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, യെസ് ഷീ ഡസ് നോ, അല്ലെങ്കിൽ നോ ഷീ ഡസിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇച്ചിരി ഉറക്കെ അങ്ങോട്ട് പറയാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ ഹാവ് ഗോട്ട് എ കാർ. I've got a car. ഉറക്കെ പറയാം. കറക്റ്റ്. I've got a sandwich for you. കറക്റ്റ്. ഉറക്കെ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഉറക്കെ പറയാം. ഓക്കെ, I've got some pickle for you. അപ്പം നമ്മൾ സാധാരണ എന്താണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ പിക്കിൾ കൊണ്ടിരുത്തില്ലേ, അച്ചാർ അല്ലേ. ഓക്കെ, I've got some pickle for you. ഓക്കെ, എനിക്ക് തലവേദനയാണ്. I've got a headache. എനിക്ക് പനിയാണ്. I've got a fever. ഉറക്കെ പറയാം. ഓക്കെ, I've got a gift for you. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുണ്ട്. ഒന്നുകൂടെ, I've got a gift for you. ഓക്കെ, എനിക്കൊരു സഹോദരിയുണ്ട്. I've got a sister. എനിക്കൊരു സഹോദരനുണ്ട്. I've got a brother. ഓക്കെ, എൻ്റെ വീട്ടിലൊരു സിംഹമുണ്ട്. I've got a lion in my house. ഓക്കെ, എനിക്കൊരു നല്ല റൂമുണ്ട്. I've got a nice room. എനിക്കൊരു പുതിയ മൊബൈൽ ഫോണാണ്. I've got a new mobile phone. അപ്പോൾ ഇതിൻ്റെ എക്സെപ്ഷൻസ് എവിടെയാണ് എന്ന് ഈ ഹാവ് ഗോട്ടിനൊക്കെ നമുക്ക് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് അർത്ഥം നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഉണ്ടായിരുന്നു എന്ന അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടെന്നല്ലേ. ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഉപയോഗിക്കാം, ഹാഡ് ഗോട്ട് എന്ന് ഉപയോഗിക്കാം. ഇല്ല, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഹാഡ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹാഡ് ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കാറില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഐ ഹാഡ് എ കാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹാഡ് എ കാർ. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറയും, ഈ ഹാഡിനെ നമ്മൾ എന്താ, ഹാഡ് V2 അല്ലേ. ഇപ്പോൾ V2 = ഡേറ്റ് പ്ലസ് V1 നമ്മൾ പഠിച്ചതാണ് അല്ലേ. എവിടെയാണ് നമ്മൾ പഠിച്ചത്, സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് പഠിച്ചതാണ്. അപ്പോഴെന്താണ്, എനിക്കില്ല എന്നങ്ങനെ പറയും, ഐ ഡിഡ്ന്റ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ഹാവിന് കഴിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അവിടെ നമ്മൾ എന്താണ്, ഈ ഹാവ് ഗോട്ട് എന്ന് ഉപയോഗിക്കാറില്ല, ശ്രദ്ധിക്കുക. യൂഷ്വലി ഐ ഹാവ് പൊറോട്ട ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ എഴുതുന്നതാണ് ഫാസ്റ്റ് എന്നാണ് അല്ലേ. പക്ഷെ പറയേണ്ടത് എങ്ങനെയാണ്, ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് പറഞ്ഞേ, ബ്രേക്ക്ഫാസ്റ്റ്. കറക്റ്റ്. ഓക്കെ, യൂഷ്വലി ഐ ഹാവ് പൊറോട്ട ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, പൊറോട്ടയാണ് കഴിക്കുന്നത്. ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, എങ്കിലും നമ്മൾക്കിത് വന്നുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നു. ഓക്കെ, കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈസ് ഹാവിങ് അല്ലെങ്കിൽ ആർ ഹാവിങ്. ഓക്കെ, വി ആർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയർ ഹാവിങ് എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഹാവിങ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് അല്ലേ. സിംഗുലറിലും പ്ലൂറലിലും വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഹീ ഈസ് ഹാവിങ് ഹിസ് ലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലഞ്ച് എന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോഴേ ഹോട്ടലുകളിലൊക്കെ മീൽസ് റെഡി എന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ അവിടെ എഴുതി വെക്കാറുണ്ട് അല്ലേ. നമ്മൾ കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും അവിടെ മീൽസ് റെഡി എന്ന് ഉപയോഗിക്കാറുണ്ട്. മീൽസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, സത്യത്തിൽ മീൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതായത് ഇപ്പോൾ 2-3 എണ്ണമൊക്കെ ഒന്നിച്ച് നമ്മളിപ്പോൾ കറികളും ചോറുകളും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് ഭക്ഷണത്തിനും നമുക്ക് മീലെന്ന് പറയാം. ഓക്കെ, സാധാരണ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉള്ളതിനാണ് നമ്മൾ മീലെന്ന് പറയുന്നത്.
ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ബർഗർ കിങ്ങിലാണെങ്കിൽ മീലുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മാക്ഡൊണാൾഡ്സിൽ പോയാൽ അവിടെ മീലുണ്ട്. മീലെന്ന് പറയുമ്പോഴെന്താ, ഒരു ബർഗറും കാണും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും ഒക്കെ കാണും അല്ലേ, അതൊരു മീലാണ്. അപ്പോൾ ഈ മീലെന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ളൊരർത്ഥമേ ഉള്ളൂ, അതിന് ഉച്ചഭക്ഷണം എന്നുള്ളൊരർത്ഥമില്ല. അപ്പോൾ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണോ ഈ മീൽസ് റെഡി എന്ന് എഴുതിയിരിക്കുന്നത്? സത്യത്തിലല്ല കേട്ടോ. എങ്കിലും കുഴപ്പമൊന്നുമില്ല. മീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ഒന്നിച്ചുള്ളതിന് നമുക്ക് മീൽസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, someone called you while you were having breakfast എന്ന് പറഞ്ഞാൽ ആരോ നിന്നെ ഫോൺ വിളിച്ചായിരുന്നു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വെൻ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ വൈൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ വെന്നും വൈലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ രണ്ടും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഈ സാഹചര്യത്തിൽ, മറ്റേതാണ് സാഹചര്യം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് പോയി പഠിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് പരിശീലിക്കാം. ഈ പരിശീലനം ഇച്ചിരി വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്, ഞാൻ ആദ്യം മലയാളത്തിൽ പറയും, അത് നിങ്ങൾ ഇംഗ്ലീഷിലാക്കി പറയണം, അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാം. നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹാഫ് കോട്ട് കൂട്ടി പറയണം കേട്ടോ. കറക്റ്റ്, ഐ ഹവ് ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. എനിക്കൊരു വലിയ വീടുണ്ട്. ചുമ്മാ കേട്ടോ. ഐ ഹവ് ഗോട്ട് എ ബിഗ് ഹൗസ്. കറക്റ്റ്, എനിക്ക് ഒരു വലിയ വീടില്ല. അപ്പോൾ ഇതാണ് സത്യം. ഐ ഹാവൻ ഗോട്ട് എ ബിഗ് ഹൗസ്. ഇനി എനിക്ക് പനി പിടിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഹവ് ഗോട്ട് എ ഫീവർ. കറക്റ്റ്, ഞാനൊരു പുതിയ കാർ വാങ്ങി. ഐ ഹവ് ഗോട്ട് എ ന്യൂ കാർ. ഓക്കെ, ഇത് അല്ല, അവളൊരു പുതിയ കാർ വാങ്ങിയെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഷി ഹാസ് ഗോട്ട് എ ന്യൂ കാർ. അപ്പോൾ ഷീ ബോട്ട് എ ന്യൂ കാർ എന്ന് പറയാമോ? പറയാം. ഓക്കെ, ഷി ഹാസ് ബോട്ട് എ ന്യൂ കാർ എന്ന് പറയാമോ? പറയാം. അങ്ങനെ വേണം പറയാം. പക്ഷേ സാധാരണ ഇങ്ങനെയാണ് പറയുന്നത്, ഷി ഹാസ് ഗോട്ട് എ ന്യൂ കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.